കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ ഷോക്കേറ്റു മരിച്ച സംഭവത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. അല്പസമയം മുൻപ് വിദ്യാഭ്യാസ മന്ത്രിയുടെ വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറുടെ റിപ്പോർട്ട് സമർപ്പിച്ചുവെന്നും ആ പശ്ചാത്തലത്തിൽ കടുത്ത നടപടിയുണ്ടാകുമെന്നും മന്ത്രി അറിയിച്ചു. മിഥുന്റെ കുടുംബത്തിന് പിന്തുണ നൽകുമെന്നും വീട് നിർമ്മിച്ചു നൽകുമെന്നും മന്ത്രി ഇന്നലെ അറിയിച്ചിരുന്നു. AEOയുടെ വിശദീകരണം ഉടൻ തേടുമെന്നും മാനേജ്മെന്റിന് നോട്ടീസ് നൽകുമെന്നും മന്ത്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചർച്ച ചെയ്യുന്നതിന് വേണ്ടി പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ സെക്രട്ടറി, മന്ത്രി, വിദ്യാഭ്യാസ ഡയറക്ടർ തുടങ്ങിയവരുടെ ഉന്നതതല യോഗം ഇന്ന് രാവിലെ മന്ത്രിയുടെ ചേംബറിൽ ചേർന്നിരുന്നു. ഇക്കാര്യത്തിൽ വകുപ്പിന് ചെയ്യാൻ കഴിയുന്ന പരമാവധി കാര്യങ്ങൾ ചെയ്യാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. നഷ്ടപ്പെട്ടത് കേരളത്തിൻ്റെ ഒരു മകനെയാണ്. ആ പ്രാധാന്യം ഉൾക്കൊണ്ട് തന്നെയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപടികൾ സ്വീകരിക്കുക. സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് 2025 മെയ് മാസം 13 വിശദമായ ഒരു സർക്കുലർ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പുറപ്പെടുവിക്കുകയുണ്ടായി. 2025-26 അധ്യയന വർഷം സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കേണ്ട മുന്നൊരുക്കങ്ങൾ സംബന്ധിച്ച് നിർദ്ദേശങ്ങളായിരുന്നു ആ സർക്കുലറിൽ ഉണ്ടായിരുന്നത്. ഇതിൽ 1ാം തലക്കെട്ട് സ്കൂൾ സുരക്ഷ എന്നായിരുന്നു. ഇതിലെ 9ാമത്തെ നിർദ്ദേശം ഞാൻ നിങ്ങളെല്ലാം വായിക്കാവുന്നു. സ്കൂളുകളിലേക്കുള്ള വഴി, സ്കൂൾ പരിസരം, കോമ്പൗണ്ട് എന്നിവിടങ്ങളിൽ ഉള്ള വൈദ്യുത പോസ്റ്റ്, ഇലക്ട്രിക് ലൈൻ, സ്റ്റേ വയർ, സുരക്ഷാ വേലികൾ ഇല്ലാതെയുള്ള ട്രാൻസ്ഫോർമറുകൾ മുതലായവ അപകടകരമാംവിധം കാണുകയാണെങ്കിൽ ബന്ധപ്പെട്ട KICB അധികൃതരെ അറിയിക്കേണ്ടതും കുട്ടികളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതുമാണ്. അതിദാരുണമായ ഇത്തരം സംഭവങ്ങൾ ഇനിയും ആവർത്തിക്കാതിരിക്കാൻ വേണ്ട സുരക്ഷാ ക്രമീകരണങ്ങളും മേൽനോട്ടവും ഉണ്ടായേ മതിയാവൂ. കുട്ടികളുടെ ശാരീരിക മാനസിക സുരക്ഷ ഉറപ്പുവരുത്തേണ്ടത് ഒരു വകുപ്പിന്റെ മാത്രം ചുമതലയല്ല. അത് ഈ നാടിന്റെ ഒന്നാകെയുള്ള ഉത്തരവാദിത്തം കൂടിയാണ്. ന്യൂസ് ഓൺലൈൻ, കേരള പ്രണാമം.